ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിം അതായിരിക്കും ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് നമുക്ക് സ്റ്റാറിങ് ഒക്കെ വരാനും നമുക്ക് കുറച്ച് വാണ്ടഡ് ലെവൽ വരാനാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദ്രൗപതിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ ഈ ഗെയിമിൽ വലിയൊരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ കുറച്ച് ദ്രൗപതിയൊക്കെ നടത്താം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാപ്പ് എക്സ്പ്ലോർ ചെയ്യുവാണ്. എൻ്റെ ഇതിൻ്റെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ആഡ് വരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും വീഡിയോ കാണാതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഭൂരിഭാഗം പേര് അങ്ങനെയാണ് കാണാതാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഏതോ ഒരു എയർപോർട്ടിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി മോഷ്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്താണ് കാണിക്കുന്നത്? അയാൾക്ക് കഥക് നോക്കാൻ അറിഞ്ഞോളെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയിലൊന്നും ഇങ്ങനെ മുഖം ഇടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്റ്റാറിങ് ഒന്നും വന്നില്ല. നമ്മൾ മാക്സിമം സ്റ്റാറിങ് ലെവൽ വരാനാണ് ഇന്ന് നോക്കുന്നത്. അയാൾ ഓടിപ്പോകുന്നു കേട്ടോ. അപ്പോൾ അയാൾ ഇടിച്ചിട്ട് നോക്കാം. വേണ്ട, ഇടിച്ചാൽ വീണ്ടും സ്റ്റാറിങ് വരുന്നു. നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറിങ് വരുത്താനാണ്. എന്നാലും ഞാൻ ഇടിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടിലോട്ടാണ്. എയർപോർട്ട് അത്യാവശ്യം ദൂരെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഈ ലോറിയും കൊണ്ട് പോയാൽ ഇന്നൊന്നും എത്തത്തില്ലെന്ന് തോന്നുന്നു. ഏതെങ്കിലും നല്ല വണ്ടി മുമ്പിൽ വരട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു വാഗനത് എടുത്ത് ഞാൻ അയാളെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു പഴയ ഇന്ത്യൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കണം. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ചെയ്യൽ ലംബോർഗിനിയൊക്കെയാണ്. വേറെ ഏതോ സ്ഥലം. മൈ ഗോഡ്, ഞാനൊരാൾ ഇടിച്ചിട്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഇത് കുറേ വരെ ഇടിച്ചിട്ടേക്കാം. അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ നമ്മുടെ വാഗനാവ് എടുത്തുകൊണ്ട് പറന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തി. ഇതെന്ത് എയർപോർട്ട്? ഏതോ മരുഭൂമിയാണല്ലോ അവിടെ. ഇതാണോ എയർപോർട്ട്? മൈ ഗോഡ്, ഇതെന്ത് എയർപോർട്ടാണ്? ഇതെന്താണ്? ഇതൊരു ഗാരേജ് പോലുണ്ട്. നമ്മുടെ അരിയൊക്കെ സൂക്ഷിച്ച് വെക്കത്തില്ല. എയർപോർട്ടിൽ പോലും ഇതേപോലെ ഗാരേജ് ഇല്ല. കാടിൻ്റെ നടുക്കൊക്കെയാണ് ഇതേപോലത്തെ ഗാരേജ് വെക്കുന്നത്. ഇതാണ് എയർപോർട്ട്. ഒരു പ്ലെയിൻ പോലും ഇല്ല. എന്ത് സ്ഥലമാണ് ഇത്? ഇന്ത്യ തന്നെ ആണോ? ഇന്ത്യയിൽ തന്നെ കുറേ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. നമ്മുടെ സ്റ്റാറിങ് ഇതുവരെ പോയിട്ടില്ല. അതൊന്നും പ്രശ്നമേ അല്ല നമുക്ക്. പോലീസ് അപ്പത്തുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളെ വാഗനർ എടുത്ത് പറന്ന് പോവാണ്. ഇതുവരെ 1 സ്റ്റാറിങ്ങേ ആവുള്ളൂ. ഞാൻ 2 പേര് ഇടിച്ചിട്ട്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ശരിയാണെങ്കിൽ എത്ര പേര് ഇരിക്കുന്നു അത്രയും സ്റ്റാറിങ് ഇരിക്കുന്നു. നല്ല വെടി വെച്ച് കൊല്ലുമ്പോൾ. അപ്പോൾ വി ആർ ഗോയിങ്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇപ്പോൾ എത്തി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി എവിടെയെങ്കിലും പോകാനുണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലമോ എന്തെങ്കിലും മോഡ്സോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ഗെയിം വേണമെങ്കിലും കുറേ വീഡിയോയിൽ പറയുന്നത് ഏത് ഗെയിം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതാണ് മെയിൻ തിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം പോലീസുകാരാണ്. പക്ഷേ നമ്മളെ ഒരാൾ ഇതുവരെ ഇടിച്ചില്ല. അതാണ് നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഈ മോഡിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഇത്രയും കൂടി ഈസിയാണ്. അപ്പോൾ അവിടെ പോലീസുകാരൊക്കെ ഓടി വരുന്നു. ഈ ഗെയിമിൽ ഒരു വലിയ ജീപ്പും ഒരു പോലീസുകാരും നമ്മുടെ കയ്യിൽ തന്നെയുള്ളൊരു ബാറ്റില്ലേ, ആ ബാറ്റ് പിടിച്ചുകൊണ്ടാണ് അവർ ഓടി വരുന്നത്. അതുകൊണ്ട് അവിടെ നക്കി ഓടി വരുന്നു. അപ്പോൾ ഒരു ജീപ്പിൽ ഒരാൾ വന്ന് നമ്മൾ ഇടിക്കാൻ നോക്കും. പക്ഷെ ഇടിക്കാൻ പറ്റാതെ പോയി എവിടെയെങ്കിലും ഇടിച്ച് കിടന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരും ഒരു ബാറ്റും എടുത്തുകൊണ്ട്. നമ്മുടെ കയ്യിലും അതേ ബാറ്റുണ്ട്. എന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് കതക് തുറക്കാൻ നോക്കും. പക്ഷെ കതക് തുറക്കാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടിയുടെ. ഓടി വരുന്ന കണ്ടില്ലേ? അവർ നമ്മുടെ വണ്ടി ഒന്ന് തലയിടിച്ച് ഇടിച്ചിരിക്കും. ഈ ഗെയിമിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇടിച്ചാലും അവരപ്പം തന്നെ ഡെഡ് ആവത്തില്ല. പകരം നമ്മൾ അവരെ ഇടിച്ചങ്ങ് കൊണ്ടുപോകണം. ചിലപ്പോൾ അവരപ്പം തന്നെ ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ്. എനിക്ക് തന്നെ ഒരു ഇതില്ല ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പോവാണ്. നമുക്ക് പോലീസുകാരനെ ഇടിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇടിക്കാൻ പറ്റില്ല. ഇടിച്ച് മൈ ഗോഡ്, ആ പോലീസുകാരൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാരൻ വിട്ടു പോയേനെ. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങോട്ടോ പോവുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്തി. നമ്മൾ വീട്ടിനടുത്ത് എത്തിയില്ല. ഞാൻ പകരം പോകുന്നത് നമ്മുടെ ആ സ്ഥലത്തോട്ടാണ്. നമ്മുടെ ആ കാർ ഷോറൂം അല്ലല്ലോ, കാർ റിപ്പയർസ് ഉണ്ടല്ലോ. നമുക്ക് ഈ ഗെയിമിന് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര വലിയ പേരുണ്ട്. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, ഇന്ത്യൻ GTA എന്ന് വിളിക്കാം. നമ്മുടെ ഫ്രാങ്കിൽ നിന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഞാൻ ഇതിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ പോലീസ് നമ്മളെ ചേസ് ചെയ്യത്തില്ല. നമ്മുടെ ബ്ലാക്ക് കളർ ഇട്ടേക്ക് ചെയ്തിട്ട്
ഗ്ലാസ് കളർ എന്തോ ബ്ലാക്ക് തന്നെ ഇട്ടേക്കാം. പിന്നെ ഹോൺ എന്തുവാ, ആ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോണാണ്. എനിക്ക് ഇത് തന്നെ ഇട്ടേക്കാം. എന്താ നിങ്ങൾക്ക് വേറെ ഹോൺ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വീൽ സൈസ് എന്താണ്? ഓ മൈ ഗോഡ്, ഇതെന്തോ റേസിംഗ് കാറിൻ്റെ വീല് പോലായാലോടെ. ഇതിട്ടാൽ നമുക്ക് പറന്നു പോകുമായിരിക്കും. പക്ഷെ അങ്ങനെ പറന്നു പോയാൽ നമ്മൾ എവിടെയെങ്കിലും ഇടിച്ചാൽ തലയും കുത്തി വീഴും. അതുകൊണ്ട് ഞാൻ അതിടുന്നില്ല, പകരം ഇച്ചിരി കുറച്ചിട്ടു ഞാൻ. വീൽ സൈസ് ഇത്രയും കിടക്കട്ടെ പോരെ. ഇനിയും വേണം. പോലീസുകാർ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്യാരേജിൽ പോലീസുകാർ കയറാത്ത ഭാഗ്യം. അത് ഈ മോഡ് ഇട്ടുകൊണ്ട് പോലീസുകാർ കയറാത്തതാണ്, അല്ലെങ്കിൽ കയറും. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിം എന്താ മാറ്റാൻ പറ്റത്തില്ല. നീക്കാരന് റിമ്മ് മാറ്റാൻ പറ്റത്തില്ല. റിമ്മ് മാറ്റാൻ പറ്റത്തില്ല. ഇനി എന്താണ്? ഇനി സ്റ്റിക്കർ വല്ലതും ഒട്ടിക്കണോ? സ്റ്റിക്കറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാം നമുക്ക്. അപ്പോൾ ഇതെന്താണ്? എന്തോ ഇത് നമ്മുടെ സ്മോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് സ്മോക്ക് ഇട്ടേക്കാം. സ്മോക്ക് ബ്ലാക്ക് പോകണോ അതോ വൈറ്റ് വേണോ? ബ്ലാക്ക് ഇട്ടേക്കാം. എനിക്ക് ബ്ലാക്ക് സ്മോക്കാണ് ഇഷ്ടം. ഓ മൈ ഗോഡ്, പോലീസ് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അതെല്ലാം ഇടിച്ചില്ല. എന്താ അവർ വന്നിട്ട് നമ്മുടെ വണ്ടി ഇരിക്കുന്നു. ഇടിച്ചിട്ടിങ്ങനെ അയ്യോ എന്ന് തലയിൽ ആക്കിക്കൊണ്ടിരുന്നു. നമ്മളപ്പം തന്നെ എത്തിയപ്പോൾ ഓ മൈ ഗോഡ്, ഈ കാറിൻ്റെ സ്പീഡൊന്നും നോക്കി. എൻ്റെ ടയർ ഇങ്ങനെ വെച്ചുകൊണ്ട് പണിയായെന്ന് തോന്നുന്നു. എൻ്റെ വീടിൻ്റെ വഴിയും തെറ്റിയതോ. അവിടെ നക്ക പോലീസ് വളഞ്ഞു. ഓ നമ്മുടെ വീടിൻ്റെ വഴി തെറ്റി. വീട്ടിലോട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഓ ഇങ്ങോട്ട് വളയണം. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് എത്തണം. അതാണിപ്പോൾ മെയിൻ തിങ്. നമ്മൾ വലിയ ഗ്യാങ്സ്റ്റർ ആവുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ലെവലിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ 0 സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഫൈനലി നമ്മൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പായി. ഇൻറ്റൻസിഡ് കേസായിരുന്നു. പക്ഷേ ഇതൊന്നും ഇൻറ്റൻസിഡ് അല്ല. ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റൻസിഡ് കേസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. ഓ എന്താണിത് ഫ്രണ്ട്സ്, ഈ ടയറിൻ്റെ കുഴപ്പമാണ്. നമ്മൾ വാഗനാറിന് റേസിംഗ് കാറിൻ്റെ ടയർ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ആരും വാഗനാറിന് റേസിംഗ് കാറിൻ്റെ ടയർ വെക്കല്ലേ. ഇതാ കണ്ടോ, വാഗനാർ പറന്നു പോയി എവിടെയോ എടുത്ത് തെറിച്ച് പോയി. ഇപ്പോൾ നമ്മുടെ ലൈഫ് പോയി. ഈ ഗെയിമിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ മേഘത്തിൻ്റെ അടിയിൽ നിന്ന് വീണാലും ഒന്നും പറ്റത്തില്ല. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒന്ന് ജസ്റ്റ് തെന്നി വീണാൽ തന്നെ അമ്മയെന്ന് പറഞ്ഞാൽ വീഴുന്നു. അതെന്താണെന്നില്ല, ഈ ഗെയിമിലെ ഗ്ലിച്ചാണ്. പക്ഷെ നമ്മുടെ ജി ടി എയിൽ എന്താണ്, നമ്മൾ തറയിൽ വല്ലതും വീണാൽ അപ്പം തന്നെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കും. പക്ഷെ ഈ ഗെയിമിൽ അങ്ങനെയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെത്താതായി. ഓ ഇതെന്തോ വണ്ടിയാണ് ഞാൻ എടുത്തത്. ഇത് ട്രാക്ടറാണ്. പിന്നെ ഒട്ടും സ്പീഡില്ല, ഓടിക്കാനും പറ്റുന്നില്ല. ഈ സാധനം എടുത്തുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യാനാണ്? ഓ മൈ ഗോഡ്, ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഗ്യാരേജിൽ കൊണ്ടുവിടാം. ഓ മൈ ഗോഡ്, എൻ്റെ സ്വിമ്മിങ് പൂളിൻ്റെ അത് വീഴുന്നു. ഇനി സ്വിമ്മിങ് പൂളിൽ നിന്ന് അത് പൊക്കിയെടുക്കാൻ വേറെ ലോറിയെ വിളിക്കണം. ഇതെന്താണ് സ്വിമ്മിങ് പൂളിൽ നടക്കുന്നു ഇയാൾ? ഇത് കൊള്ളാലോ, ഇടിക്കുന്ന സ്വിമ്മിങ് പൂളി. എനിക്ക് വെടിവെക്കാലോ. സ്വിമ്മിങ് പൂളി വെടിവെക്കുന്ന ഇയാളാരുടെ അടുത്ത ഗ്ലിച്ച്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലും ഈ ഗ്ലിച്ച് ഉണ്ട്, വാട്ടർ ഗ്ലിച്ച്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, നമ്മളതിൽ നിന്ന് കയറി. ഓക്കെ, ഇപ്പോൾ ഇനി വേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഗ്ലിച്ചൊക്കെ മതി. അപ്പം നമുക്ക് നമ്മുടെ വീടുണ്ടോ ഗൺ പ്രൂഫൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ വീടിനെ തന്നെ ചുമ്മാ നശിപ്പിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതാ ഒരു പോർഷെ മേടിച്ചായിരുന്നു, റെഡ് കളർ പോർഷെ. നമ്മുടെ കാർ ഷോറൂമിൽ നിന്ന് നല്ല മണിയായിട്ടുണ്ട് ഇത് ഇപ്പോൾ പോർഷെ മേടിക്കാൻ. നമുക്കൊന്നും കൂടി കാർ ഷോറൂമിൽ പോയി വേറെ ഏതെങ്കിലും വണ്ടിയും കൂടി മേടിക്കാം. അപ്പോൾ ഞാൻ കാർ ഷോറൂമിലൊന്ന് പോട്ടെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ എൻ്റെ പോർഷെ എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, തുറന്നോ. ഈ ഗേറ്റ് തുറക്കാൻ നല്ല സമയം പിടിക്കും, കുഴപ്പമില്ല. ഓക്കെ, നമ്മളപ്പോൾ കാർ ഷോറൂമിലോട്ട് പോവുകയാണ്. പോയി ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആലോചിച്ചു കാർ ഷോറൂമിൽ ഇത് എടുത്തുകൊണ്ട് വരും, നമ്മുടെ പുതിയ വണ്ടി എടുത്തുകൊണ്ട് വരേണ്ടി വരും. നമ്മുടെ പോർഷെ അവിടെ ഇടുകയും വേണം. അതുകൊണ്ട് ഞാൻ വേറെ ഒരു സാധാ വണ്ടി ഒന്ന് മോഷ്ടിച്ചിട്ട് നമ്മുടെ പോർഷെ അവിടെ തന്നെ കിടക്കട്ടെ. പോർഷെ നമ്മുടെ മെയിൻ വെഹിക്കിളാണ്, സൂപ്പർ കാർ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ബൈക്കോ കാറോ പുതിയത് മേടിക്കും. അപ്പോൾ ഈ വാഗനാർ അവിടെ ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മുടെ വണ്ടിയല്ലേ, വേറെ വണ്ടിയല്ലേ. അപ്പോൾ നമ്മുടെ പോർഷെ നമ്മുടെ വണ്ടി ആയതുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോയി അത് അവിടെ ഇട്ടിട്ട് പിന്നെ വേറെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് പിന്നെ കുറേ ടൈം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഗെയിമിൽ സൈക്കിളുണ്ട്, അതാണ് നല്ല കാര്യം. ഇന്ത്യയിലെ ആൾക്കാർക്ക് സൈക്കിളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ചീറ്റ് കോഡ്സ് അടിക്കാൻ പറ്റത്തില്ല, അതിന് വല്ലാതെ വിഷമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കാർ ഷോറൂമിലെത്തി. ഇനി കുറേ ചിലവടാണ് കാർ മേടിക്കും. അപ്പം തന്നെ കാർ വന്ന് ഇടിച്ചു, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ കാർ മേടിക്കാൻ പറ്റില്ല, ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വേണം? നമുക്കൊരു KTM ആയാലോ.
KTM ഇച്ചിരി സൂപ്പറാണെന്ന് തോന്നുന്നു. KTM തന്നെ അയച്ചാൽ KTM മേടിക്കുവാണ്. ഫ്രണ്ട്സ് നല്ല രൂപയായി. നമ്മുടെ കയ്യിലിപ്പോൾ പകുതി പൈസയേ ഉള്ളൂ അതിൽ നിന്ന്. ഇനി എന്തെങ്കിലും വേണോ? നമുക്ക് ഒരു ടൈം കുറേ ബൈക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ബൈക്ക് നമ്മുടെ KTM മേടിച്ചു. ഇനി അവിടെ നമുക്ക് അവിടെ കൈ കുട്ടി നിൽക്കത്തില്ല ആൾക്കാർ. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഗെയിം എന്നൊക്കെ. അതുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ താഴെയുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ പട്ടി എങ്ങനെ ഇവിടെ വന്നു? അറിയാൻ പാടില്ല. നമ്മൾ ഈ പട്ടി ഇവിടെ ഒന്ന് ഇരുത്തി നമ്മുടെ പുതിയ ബൈക്കൊന്ന് എടുക്കട്ടെ. യെസ്, കൈ കൊട്ടു. യെസ്, എല്ലാവരും കൈ കൊട്ടുന്നു. ഇനി നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വെടി വെക്കാം. അപ്പോൾ പോലീസ് വരുമോ നോക്കാം. ഓ മൈ ഗോഡ്, എൻ്റെ ബൈക്കിനെ അല്ല വെടി വെക്കണ്ട, ഇവരെ ഇടിക്കാൻ പറ്റുമോ നോക്കാം. ഇടി. ഇയാളെന്താണ് ഇൻവിസിബിൾ മാനോ? ഇതെന്താണ് ഇയാളുടെ ദേഹത്തോട് നമ്മൾ കയറി പോകുന്നു? ഇയാൾ പ്രേതമാണെന്ന് തോന്നുന്നു. അത് നമുക്ക് കാര്യമല്ല. നമ്മുടെ പുതിയ KTM ബൈക്ക് നമ്മൾ കയറിയിരുന്നു. അതിൻ്റെ ലുക്ക് നോക്കും. ഇത് KTM എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്ക് ഉള്ള ബൈക്കാണ്. ഇതിന് നല്ല മണിയായി. നമ്മുടെ കാർ ഷോറൂമില്ലേ, കാർ ഷോറൂമാണ് അല്ല, ഷോറൂമിനെ അതിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷെ കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പട്ടി ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിനെ എഴുപ്പിച്ച് തീർക്കുക, നമ്മുടെ ബൈക്കിൽ കയറുക. അപ്പോൾ നമ്മുടെ പുറകെ വരും. നമ്മൾ നേരെ ബൈക്ക് എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവുക. അപ്പം തന്നെ അപ്പം അത് നമ്മുടെ പുറകെ ഓടി വന്ന് നമ്മുടെ വീട്ടിൽ കയറുമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ അപ്പു എന്നാണ് ഇതിൻ്റെ പട്ടിയുടെ പേര്. എൻ്റെ പേര് ഫ്രാങ്ക്ലിന് അയ്യോ എൻ്റെ അപ്പൂനെ പട്ടിയുടെ എൻ്റെ അപ്പൂനെ എന്താണ് കാതിടിച്ചു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. നമ്മൾ GTAന്ന് ഫ്രാങ്ക്ലിൻ നല്ലൊരു പേരില്ലേ, അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് ഫ്രാങ്ക്ലിൻ ഇട്ടു. ഫ്രാങ്ക്ലിനെ കണക്കൊന്നും ഇല്ലെങ്കിലും ഫ്രാങ്ക്ലിൻ ഇട്ടു. നമ്മുടെ GTA 5 ക്യാരക്ടർ ഡപ്പൂന്ന് ഇട്ടു. GTA 5 ഡോഗിൻ്റെ പേര് ചോപ്പെന്നാണ്. ഇതെന്താണിത്? ആദ്യം തന്നെ ഇടിച്ച് കയറ്റി. അപ്പോൾ ഈ വഴി പോവാം. നമുക്ക് കുഞ്ഞ് കയറ്റി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോകാം. ഇതെന്താണത്? ഇതെന്താണിത്? ഓ മൈ ഗോഡ്, പടിവാളി. നമ്മൾ ആദ്യം തന്നെ ഞാൻ സൂക്ഷിച്ച് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ആ ഗ്യാരേജിൻ്റെ ഡോർ തുറക്കുമ്പോൾ വെച്ച് റിവേഴ്സ് എടുത്ത് നിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഗ്യാരേജിൻ്റെ ഡോറിൻ്റെ കൂടെ പൊങ്ങി ബൈക്ക് തലയും കുത്തി വീണ്. ഇപ്പോൾ ബൈക്ക് മറ്റേ വെള്ളം ഒഴുകി പോകുന്ന പോലെ ഒഴുകുവാണ്. ആടും വരുന്നു. ഓ മൈ ഗോഡ്, ഇപ്പോൾ ബൈക്കിൻ്റെ ടയർ നമ്മുടെ തലയാണ്. അപ്പോൾ എൻ്റെ ഈ പോർഷെ ഒന്ന് നേരെ പിടിച്ചിട്ടെ. എൻ്റെ പെട്ടെന്ന് എൻ്റെ താറ് അവിടെ പോയി. ഇത്രയും ഇവിടെ താറില്ലായിരുന്നു. ഇപ്പം താറും കാണാനില്ല, നമ്മുടെ മറ്റേ ബൈക്കും കാണാനില്ല. തൽക്കാലം ഞാൻ ഇതൊന്ന് നന്നായിട്ട് പാർക്കട്ടെ. എൻ്റെ താറ് അവിടെ പോയി. ഇതെവിടെ നിന്ന് ഇപ്പോൾ വന്ന്? താറ് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പോർഷെ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് താറ് എൻ്റെ പോർഷയുടെ പുറത്ത് ചാടിയിരുന്നു. ഫുള്ള് ഗ്ലിച്ചാണ് ഈ ഗെയിം. എന്ത് ചെയ്യണമെന്ന് തന്നെ അറിഞ്ഞൂടെ. അപ്പോഴത്തേക്കും ഗ്ലിച്ച് ഗെയിം. അപ്പോൾ ഞാൻ എൻ്റെ താറ് ഇവിടെ പാർക്കിയത്. പാവം, ഇപ്പോൾ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന KTM ബൈക്കാണ്. നമ്മുടെ നല്ല പൈസ ഉള്ളത് നന്നായി. ഇനിയിപ്പോൾ എന്തോ ചെയ്യുമോ എന്തോ. ഇവിടെ താറും ഒരു ബൈക്കും കിടപ്പുണ്ട്, അതൊന്നും നമുക്ക് കാര്യമില്ല. ഓക്കെ, ഇപ്പം എന്തോ ചെയ്യും നമ്മൾ? നമ്മുടെ പട്ടി ഇവിടെ വന്നില്ലേ? അത് ഏതോ ഒരു സ്ഥലത്ത് ഗ്ലിച്ചടിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പട്ടിയെ ഞാൻ എഴുതിയിട്ട് നിർത്തി. അങ്ങനെ ആ പട്ടി ഓടി വന്നതാണ്. അപ്പോൾ ഇതെന്നാ TV ഓൺ ചെയ്തിട്ടേക്കുവാണോ? ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യൂടെ? നമ്മുടെ പട്ടി ആദ്യം ഞാൻ അവനെ എഴുതിപ്പിച്ച് നിർത്തി, ഞാൻ അറിയാതെ. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ പുറകെ വന്ന് അവിടെ സ്റ്റക്കായിരുന്നയാ. ഇപ്പോൾ എന്നെ കാണാനുമില്ല. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് സൂം ചെയ്തൊന്ന് നോക്കിയതാ. ഓക്കെ, നിങ്ങളും മേളിലോട്ട് നോക്കിയൊരു സാധനം കാണാം. ഓ മൈ ഗോഡ്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എന്ത് വലിയ മണ്ടനാണ്. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഞാനത് കാണുന്നത് തന്നെ. നമുക്ക് മേളിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് അതിപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് എന്തുവാന്ന് ഞാൻ ക്ലിയറായിട്ട് കണ്ടില്ല. എന്തോ ഒരു വലിയ സൂപ്പർ കാറാണെന്ന് തോന്നുന്നു. ഈ വഴി പോവാം. അത് വഴിയല്ലായിരുന്നു, അതിൻ്റെ അടുത്തുള്ള ഏരിയ ആയിരുന്നു. ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ചൊരു പോലത്തെയുള്ള മേൽക്കൂര. അപ്പോൾ നമ്മുടെ ജിംനേഷ്യം, നമ്മുടെ രണ്ടാമത്തെ നിലയിൽ ജിംനേഷ്യം ഇവിടെ നിന്നാണ് കാണുന്നത്. നമ്മുടെ ടെറസാണ്. ഇവിടെ നമ്മുടെ ലെജൻഡറി ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വലിയ ഗാങ്സ്റ്റർ തന്നെയാണ്. നമുക്ക് ഹെലികോപ്റ്റർ ഇല്ലേ? അപ്പോൾ ഹെലികോപ്റ്റർ നമുക്ക് എയ്റോപ്ലെയിൻ അല്ല, ഹെലികോപ്റ്ററാണ് കേട്ടോ. നമ്മൾ GTA എങ്ങനെ പോകുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ പോകുന്നത്.
ഗ്രാസി ഏരിയയിലോട്ട് പോവാം. അത് ഇങ്ങോട്ട് പോകണം. അല്ല ഇങ്ങോട്ട് പോയി ഇടിച്ച് ഗ്രാസി ആയിട്ട് നന്നായിട്ട് പറന്ന് നടക്കുന്ന സ്ഥലമുണ്ട്. മരവും ബിൽഡിങ്ങും ഇല്ലാത്ത സ്ഥലം. നമ്മുടെ കാട് പിടിച്ചാണ്. അപ്പോൾ ഞാൻ പൊങ്ങുവാണോ താഴുവാണോ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ആരുമില്ല. അപ്പ് ആൻഡ് ഡൗൺ ആരുവും ഇങ്ങനെ പിടിച്ച് ആക്കുന്ന പറ്റിയ സാധനമേ ഉള്ളൂ. അത് ഭയങ്കര പാടാണ്. എന്നാൽ ബിൽഡിംഗ് ഒക്കെ താഴ്ന്നതാണ് പോകുന്നത്. ഇതെവിടാടി വൈറ്റ്? ഓ മൈ ഗോഡ്, എൻ്റെ ചോട് കിച്ച്. ഹെലികോപ്റ്റർ കൊണ്ട് ഇത്രയും ആകാശം. നമ്മളിപ്പോൾ മേഘവും കഴിഞ്ഞ് അങ്ങ് സ്പേസിൽ പോകുമല്ലോ. അത്രയ്ക്കും ആഘോഷത്തിൽ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ പോകാമോ? ഇതെന്താണ്? ഹെലികോപ്റ്ററിൽ നിന്ന് ആരെങ്കിലും ഇത്രയും ആകാശത്തിലോട്ട് പോകുമോ? ഇതെന്താണ് ഇത്? നമ്മുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ ആ ബിൽഡിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ സ്പേസിൽ എത്തണ്ടായിരുന്നു. ഞാനിപ്പോൾ താഴോട്ട് വലിച്ചയാ. നന്നായി. പക്ഷേ തിരിച്ച് കാണാൻ ഇച്ചിരി രസമുണ്ട്, ചിരിയും വരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് സ്ലോഫ് ലാൻഡിങ്. ഓ നമ്മളുടെ കാര്യം ഇനി പോക്കാം. നമ്മൾ ചത്ത് നമ്മളെന്താണടേ? ഇതെന്താ? ആകാശത്ത് നിന്ന് ചാടി. നമ്മളെന്താ അമാനുഷിക മനുഷ്യനാണ്? ആകാശത്ത് ചാടിയിട്ട് ഒന്നും പറ്റുന്നില്ല. സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത്. അപ്പോൾ നമ്മുടെ നമ്മുടെ എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ. ഓ ഇതെന്താണടേ? ഈ ഗെയിമിൽ കുഴപ്പം ഞാൻ തലയും കുത്തിയൊക്കെ വീണ് ഇങ്ങനെ കിടന്ന് മറ്റേ GTA Vice Cityയിൽ വെപ്പൺസ് കിടന്ന് കറങ്ങത്തില്ലേ, അതേപോലെ കിടന്ന് കറങ്ങുക. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഈ ഒരു കാറ് ഞാൻ RPG വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് വാണ്ടഡ് ലെവൽ 4 സ്റ്റാർ വന്നു. അപ്പോൾ ഇനി ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഞാൻ. ചേട്ടാ ഈ ഗെയിമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വണ്ടിയെ നേരെ ഷൂട്ട് ചെയ്യണം RPG വെച്ച്. അപ്പം ഞാൻ ആകാശത്ത് പോയി, ആകാശമൊന്നും പറയത്തില്ല, നമ്മുടെ ഹെലിപ്പാഡിൻ്റെ അടുത്ത് പോയി. ഹെലിപ്പാഡില്ലേ, ഹെലിപ്പാഡിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ ക്രാഷ് ലാൻഡ് ഹെലികോപ്റ്ററിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഗെയിമിൽ മിഷൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ മാസ് ഗെയിമാണെന്നാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് പോലെ. പക്ഷേ നമുക്ക് തുണിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറാം. കുറച്ചും കൂടി മോഡിഫൈഡ് ആണ്. കുറച്ചും കൂടി വെപ്പൺസൊക്കെ സെയിം ആണ്. നമ്മുടെ ബാറ്റ് മാത്രമേ ഉള്ളൂ. ഹെലികോപ്റ്റർ നമ്മുടെ വീട്ടിൻ്റെ മേലിലുണ്ട്. നമുക്കൊരു പട്ടിയുണ്ട്. അതിൽ ഇന്ത്യയാണ്. നമ്മുടെ ഓട്ടോറിക്ഷ, വാഗനാർ, സൈക്കിൾ. പക്ഷേ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ഹൈടെക് ബിൽഡിംഗ് ആണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇത് എത്ര നേരം കൊണ്ട് വെടിവെക്കുന്നു ഞാൻ, എന്നിട്ടൊന്നും പറ്റുന്നത്. നമ്മളൊരു ഇന്ത്യൻ ഗാങ്സ്റ്ററാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഈ വീഡിയോയുടെ കൂടി നമ്മുടെ ഈ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയുടെ വീഡിയോസ് ഞാൻ എൻ്റെ നമ്മൾ അമാനുഷിക മനുഷ്യനല്ലേ. 2ാമത്തെ നിലയിൽ നിന്ന് വീണാലും നമുക്കൊന്നും പറ്റത്തില്ല. അതാണ് നമ്മുടെ മറ്റേ ഗെയിമിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കരയെങ്കിലും ഇവിടുന്ന് വെടിവെച്ചാൽ നമ്മളിപ്പോൾ ഡെഡാവും. പിന്നെ ആദ്യം തൊട്ടെല്ലാം ചെയ്യും. ഓക്കെ ഇതെന്താടേ ഒന്നും പൊട്ടാത്തത്? വലിയ കഷ്ടമാണല്ലോടേ. നമുക്ക് ഈ ബസ്സിനെ വെടിവെക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തെങ്കിലും പൊട്ടിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് എൻ്റെ വണ്ടിയാണല്ലോ. ചിലപ്പോൾ വേറെ വണ്ടി വെടിവെച്ച് എനിക്ക് ആ ബസ് പൊട്ടിത്തെറിച്ചു. അയ്യോ സ്റ്റാറിങ് ലെവൽ വന്നു. ഓ മൈ ഗോഡ്, സ്റ്റാറിങ് ലെവൽ വന്നു. ഇനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല. ഓടിക്കോ. അയ്യോ ഇതെന്ത് ഗെയിമാടേ? ഒന്ന് വെടിവെക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റേഡിയോയിൽ പോലും ഇതില്ല. അയ്യോ ഇനി എങ്ങോട്ട് പോകണം? വീട്ടിലോട്ട് തന്നെ പോകണം. അല്ല നമുക്ക് ഈ ഗ്യാരേജിൽ കൂടി കയറാം. അപ്പോൾ പോലീസ് കാണത്തില്ല. ഷൂട്ടൗട്ട് തുടങ്ങി. ഇനിയാണ് റിയൽ ഫൈറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് കുറച്ച് ലെങ്തി ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത്രയല്ല കുറച്ചും കൂടി കളിക്കാം. ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തെ നിർത്തും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ പോലീസ് നമ്മളെ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ വേറെ ഷർട്ട് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇത് അപ്പോൾ നമ്മളൊരു ഒരു പാവപ്പെട്ട ആളായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ ഈ വീട് ഭയങ്കര ഹൈടെക് വീടല്ലേ. ഇത് പാവപ്പെട്ട ആളായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഇങ്ങനെ വേണ്ട, നേരത്തെ നമ്മൾ ഇങ്ങനെ ഹൈടെക്കായിട്ട് വലിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മളൊരു പാവപ്പെട്ട ആളായിട്ട് തോന്നുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ ഒളിച്ചിരിക്കുക എവിടെയെങ്കിലും. ഇതും കൂടി ഇടാം. അപ്പോൾ അസൽ പാവപ്പെട്ട ആളായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഏതെങ്കിലും വെപ്പൺ വല്ലതും പിടിക്കണോ? വേണോ? വെപ്പൺ പിടിച്ചാൽ ചിലപ്പോൾ പാവപ്പെട്ട ആളാണെന്ന് തോന്നത്തില്ല. ഓ മൈ ഗോഡ്, ഇനി നമ്മളെന്തോ ചെയ്യും? ഒരു AK-47 പിടിച്ച് ആരെങ്കിലും ഒന്ന് ചടപടയെന്ന് ഞാനങ്ങ് വെടിവെക്കും. ഇതിൽ ലീലോഡ് ചെയ്യണം. അതാണൊരു വിഷമം പിടിച്ച കാര്യം. അപ്പോൾ നമ്മുടെ വീട് ഡൈനോസറും നമ്മുടെ ജോയ്സ്റ്റിക്കുമായി നിറഞ്ഞിരിക്കുവാണ്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ മതിലിൽ കൂടെയൊക്കെയാണ് ഈ യെല്ലോ കളറിലെ മാർക്കിങ് വരുന്നത്. ഞാനപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കുവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ മതിലിനെ പൊട്ടിച്ചൊക്കെ വെടിയുണ്ട വരുന്നു.
എന്ത് വെടിയുണ്ടാന്ന് അറിഞ്ഞൂടാ, എന്തോ ഇൻവിസിബിൾ വെടിയുണ്ട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടോ എവിടെ നിന്നൊക്കെയോ വെടി വന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് പോലീസ് വരത്തില്ല, പക്ഷേ റോഡിൻ്റെ ചുറ്റും നിന്ന് നമ്മളെ മതിലിൻ്റെ അപ്പുറത്തൂടൊക്കെ വെടി വെക്കുവാണ്. ഞാൻ കൈ കൊണ്ടാക്കിയത് കണ്ടില്ലേ. ഇത് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചൊക്കെ എൻ്റെ ഇങ്ങനെ സ്ലൈഡിങ് വിൻഡോ ഉണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ ഷൂട്ട് ഔട്ട് നടക്കുവാണ് ഇവിടെ. ഓ മൈ ഗോഡ്, വലിയ ഡേഞ്ചറാണ് ഇവിടെ. വലിയ ഡേഞ്ചർ. ഞാൻ റോക്കറ്റ് ലോഞ്ചർ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ ഷൂട്ട് ഔട്ട് എപ്പോൾ വേണമെങ്കിലും നടക്കാം. വെരി വെരി ഡേഞ്ചർ. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. എവിടെയാണ് പോലീസ്? എനിക്കൊക്കെ നല്ല വെടിയുണ്ട് കൊള്ളുന്നുണ്ട്. എന്നാലും ഞാൻ മരണം വരെ പോരാടും. നമ്മൾ വലിയ ഗ്യാങ്സ്റ്ററൊക്കെ അല്ലേ. അപ്പോൾ ഒരു AK-47 വീണ്ടും എടുത്ത് ഇപ്പം എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പം ഇച്ചിരി പേടിയാവുന്നുണ്ട്. എന്തോത്തിന് പേടിക്കാൻ, ചത്താലും കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് കൊന്നാൽ മതി. എവിടുന്നാണ് വെടി ഉണ്ടാവുന്നത്? ഇതോ നമ്മുടെ നെഞ്ചിന് നാക്കുന്ന കണ്ടില്ല. നമ്മുടെ ലൈഫ് നന്നായിട്ട് കുറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഈ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ അപ്പം പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ വേഗം. ഏതെങ്കിലും ഡ്രസ്സ് ഇടട്ടോ. ഇനി മുടി വെക്കണം. ഷർട്ട് ഏതെങ്കിലും ഷർട്ട് ഇടാം. ഇതിടണം. ആടും വരുന്നു ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതിട്ടു. പോലീസ് പിടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇൻറ്റൻസ്ഡ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ്ഡ് ബാറ്റിൽ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം വേണോ? അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ TV ജസ്റ്റ് ഒന്ന് വെച്ച്, എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഇത് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നമുക്കിവിടെ സാധാ മനുഷ്യനായിട്ടിരിക്കാം. ആരും അറിയല്ലേ എൻ്റെ ഇതേ ഗെയിം തന്നെയാണ് ഞാൻ വീഡിയോ ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ സാധാരണ മനുഷ്യനായിട്ടിരിക്കാം. അപ്പോൾ ആൾക്കാർ അറിയത്തില്ലല്ലോ. ഞാൻ കണ്ണും പിടിച്ചോണ്ട് ഇറങ്ങി വെച്ചു. പണിയായി. ഞാൻ സാധാരണ മനുഷ്യനായിട്ട് നിൽക്കാൻ നോക്കിയാലും നമ്മളെ വെടി വെക്കും അവർ. നമ്മുടെ തോക്ക് റീലോഡ് ചെയ്തോ എവിടുന്നാ ചടപടയെന്ന് വെടി വെച്ചു. അവിടെയൊക്കെ പോലീസ് നിൽപ്പുണ്ട്. ബിഗ് ഷൂട്ട് ഔട്ട്. ഇതാണ് ബിഗ് ഫൈറ്റ് വിത്ത് പോലീസ്. ഇത്രയും വലിയ ഫൈറ്റാണ്. നമ്മൾ AK-47 വെച്ച് പൊട്ടിക്കതോ പോകുന്ന പോലീസ്. റീലോഡ് അടിച്ചോ. നമ്മൾ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുവാണ്. നമ്മൾ മരണം വരെ പോരാടും. അങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ബിഗ് ഗാങ്സ്റ്ററാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓക്കെ ഓടിക്കോ ഇനി നിന്ന് ഇവിടെ മരിക്കും. അതുകൊണ്ട് ഈ ഗെയിം ഈ വീഡിയോയുടെ കൂടെ എൻ്റെ ആവുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.